നാഷണലിസം, ദേശീയത. What is nationalism? Nationalism is the sense of unity among the people of a country, irrespective of caste, creed, region, etc. ജാതി, വംശം, മതം, പ്രദേശം, ഭാഷ ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ യാതൊരു വേർതിരിവും ഇല്ലാതെ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കിടയിലുള്ള ഐക്യം, യൂണിറ്റിയെയാണ് നാഷണലിസം എന്ന് പറയുന്നത്. ജാതിയുടെയോ മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ ഭാഷയുടെയോ വ്യത്യാസമില്ലാതെ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കിടയിലുള്ള യൂണിറ്റിയെയാണ്, ഐക്യത്തിനെയാണ് ദേശീയത എന്ന് പറയുന്നത്, നാഷണലിസം എന്ന് പറയുന്നത്. Nationalism is a sense of unity among the people of a country, irrespective of caste, creed, color, sex, place of birth, region, etc. ജാതി, മതം, വർണ്ണ, വർഗ, വംശ, ഭാഷ വ്യത്യാസമില്ലാതെ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കിടയിലുള്ള ഐക്യം, ഒത്തൊരുമയെയാണ് നാഷണലിസം എന്ന് പറയുന്നത്, ദേശീയത എന്ന് പറയുന്നത്. Nationalism is a sense of unity among the people of a country, irrespective of caste, creed, color, sex, place of birth, region, etc. നാഷണലിസത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, ഏറ്റവും നല്ല ഉദാഹരണമാണ് 1885 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബ്രിട്ടീഷുകാരനായ എവോ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. നാഷണലിസത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഫൗണ്ടഡ് ബൈ എവോ ഹ്യൂം ഇൻ 1885. The first session 1885 എവോ ഹ്യൂം എന്ന ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്, INC-യുടെ ആദ്യ സെഷൻ, ആദ്യ സമ്മേളനം 1885 തന്നെ ബോംബെയിൽ നടന്നു. ആദ്യ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 72 പ്രതിനിധികൾ പങ്കെടുത്തു. 72 delegates participated in the first session of Indian National Congress held at Bombay. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലായിരുന്നു. 1885 തന്നെ നടന്നു. കോൺഗ്രസ് രൂപീകരിച്ച, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1885 ആ വർഷം തന്നെ ബോംബെയിൽ ആദ്യ സമ്മേളനം നടന്നു. ആദ്യ സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആയിരുന്നു WC ബാനർജി. കോൺഗ്രസ് രൂപീകരിച്ചത് എവോ ഹ്യൂമാണ്. എവോ ഹ്യൂം എന്ന ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. The Indian National Congress was founded by A.O. Hume in 1885. 1885 എവോ ഹ്യൂം എന്ന ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ആദ്യ സമ്മേളനം ബോംബെയിലായിരുന്നു. The first session of Indian National Congress was held at Bombay. In the Bombay session of Indian National Congress, 72 delegates from India participated. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 72 പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നെക്സ്റ്റ് പഠിക്കാനുള്ള ഡ്രെയിൻ തിയറി. ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടുപോയ നടപടിയെയാണ് ഡ്രെയിൻ തിയറി എന്ന് ദാദാഭായ് നവറോജി വിശേഷിപ്പിച്ചത്. ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം, മലയാളത്തിൽ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയാം. ദാദാഭായ് നവറോജി വാസ് ദ പേഴ്സൺ ഹു സ്റ്റഡീഡ് അബൌട്ട് ദ ഫാക്ട്സ് ഓഫ് ദ deterioration of Indian economy under the British rule. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ, ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകരാൻ, നശിക്കാൻ, ഇന്ത്യ സാമ്പത്തികമായി തകരാനുണ്ടായ കാരണത്തെക്കുറിച്ച് ആദ്യമായി പഠിച്ചത് ദാദാഭായ് നവറോജി ആയിരുന്നു. ദാദാഭായ് നവറോജി വാസ് ദ പേഴ്സൺ ഹു സ്റ്റഡീഡ് അബൌട്ട് ദ ഫാക്ട്സ് ഓൺ ദ ഡിറ്റീരിയറേഷൻ, നാശം ഓഫ് ഇന്ത്യൻ ഇക്കോണമി അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പഠിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് ടു ഇംഗ്ലണ്ട് വാസ് ദ റൂട്ട് കോസ് ഓഫ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. ദാദാഭായ് നവറോജി identified that the drain of India's wealth to England was the root cause of poverty and starvation. ഇന്ത്യയിൽ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകാനുള്ള മൂലകാരണം, പ്രധാന കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോയതാണെന്ന് ദാദാഭായ് നവറോജി മനസ്സിലാക്കി. The drain of India's wealth to England. ദാദാഭായ് നവറോജി
identified that the drain of India's wealth to England, ഒഴുക്ക്, ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകിയതാണ്. ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തുകൊണ്ട് പോയതാണ്. ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് ദാദാഭായ് നവറോജി മനസ്സിലാക്കി. The drain of India's wealth to England was the root cause of poverty and starvation in India. This theory is known as drain theory. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദാദാഭായ് നവറോജി തയ്യാറാക്കിയ ഒരു തിയറിയാണ്, സിദ്ധാന്തമാണ്. ദാദാഭായ് നവറോജിയുടെ തിയറിയാണ് ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം. The drain of India's wealth to England was the root cause of poverty and starvation in India. Based on the study, he put forward the drain theory. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ ഒരു തിയറിയാണ് ഡ്രെയിൻ തിയറി എന്ന പേരിൽ അറിയപ്പെടുന്ന ചോർച്ചാ സിദ്ധാന്തം. ദാദാഭായ് നവറോജിയുടെ തിയറിയാണ്, സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. The drain theory was prepared by Dadabhai Naoroji. Dadabhai Naoroji identified that the root cause of poverty and starvation in India was the drain of India's wealth to England. ഇന്ത്യയുടെ വെൽത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകിയതാണ്, അല്ലെ ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊണ്ടുപോയതാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനും സ്റ്റാർവേഷൻ, പട്ടിണിക്കും കാരണമെന്ന് ദാദാഭായ് നവറോജി മനസ്സിലാക്കി. ഇന്ത്യസ് വെൽത്ത് ഫ്ലോ ടു ഇംഗ്ലണ്ട് ഇൻ ഡിഫറെന്റ് വേയ്സ്. പല മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ വെൽത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകിയത്. അല്ലെങ്കിൽ ദ ബ്രിട്ടീഷ് പ്ലണ്ടേർഡ്, എക്സ്പ്ലോയിറ്റഡ് ഇന്ത്യസ് വെൽത്ത് ടു ഇംഗ്ലണ്ട് ഇൻ ഡിഫറെന്റ് ഫോംസ്. പലതരത്തിലൂടെയാണ് ഇന്ത്യയുടെ വെൽത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകിയത്. ഇന്ത്യൻ വെൽത്ത് ഗോസ് ടു ഇംഗ്ലണ്ട് ബൈ എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിയിലൂടെ ഇന്ത്യയുടെ വെൽത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകി. എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് അതൊരു മാർഗം. മറ്റൊന്ന് സാലറി ആൻഡ് പെൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും അവരുടെ പെൻഷനും. ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ശമ്പളം, റിട്ടയർ ആയി ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് അവർക്ക് പെൻഷൻ അയച്ചു കൊടുക്കും. സാലറി ആൻഡ് പെൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. മറ്റൊരു കാരണം പ്രോഫിറ്റ് ബൈ ദ സെയിൽ ഓഫ് ബ്രിട്ടീഷ് പ്രോഡക്ട്സ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ്, ലാഭം. മറ്റൊന്ന് ടാക്സ് ഫ്രം ഇന്ത്യ, ഇന്ത്യക്കാരിൽ നിന്ന് പിരിക്കുന്ന ടാക്സ്. അങ്ങനെ പല മാർഗങ്ങളിലൂടെ, ടാക്സ് എന്ന് പറഞ്ഞാൽ നികുതി, ഇന്ത്യക്കാരിൽ നിന്ന് പിരിക്കുന്ന നികുതി. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകിയത്. ഈ തിയറിയാണ് ഡ്രെയിൻ തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദാദാഭായ് നവറോജി പ്രിപ്പയർഡ് ദ ഡ്രെയിൻ തിയറി. ദാദാഭായ് നവറോജിയുടെ തിയറിയാണ്, സിദ്ധാന്തമാണ് ഡ്രെയിൻ തിയറി. ദാദാഭായ് നവറോജി ഐഡന്റിഫൈഡ് ദാറ്റ് the root cause of poverty and starvation in India was the flow of Indian wealth to England. ഇന്ത്യയിലെ വെൽത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകിയതാണ്. പല മാർഗങ്ങളിലൂടെ ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ഇംഗ്ലണ്ടിലേക്ക് ഒഴുകിയതാണ്. ഇന്ത്യയിൽ പോവർട്ടിക്കും സ്റ്റാർവേഷനും കാരണം, പോവർട്ടിക്ക് ദാരിദ്ര്യത്തിനും സ്റ്റാർവേഷൻ പട്ടിണിക്കും കാരണമെന്ന് ദാദാഭായ് നവറോജി മനസ്സിലാക്കി. ഈ തിയറിയാണ് ഡ്രെയിൻ തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യസ് വെൽത്ത് ഗോ ടു ഇംഗ്ലണ്ട് ഇൻ ഡിഫറെന്റ് വേയ്സ്. പല മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് പോയത്, ഒഴുകിയത്. എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽ അതൊരു മാർഗം. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്തതിലൂടെ ഇന്ത്യയിലെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകി. സാലറി ആൻഡ് പെൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും. പ്രോഫിറ്റ് ബൈ ദ സെയിൽ ഓഫ് ബ്രിട്ടീഷ് പ്രോഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ലാഭം. ആൻഡ് ടാക്സ് കളക്റ്റഡ് ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ്, നികുതി. അങ്ങനെ പല മാർഗങ്ങളിലൂടെ ഇന്ത്യയിലെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകി. ഇതാണ് ഡ്രെയിൻ തിയറി എന്ന പേരിൽ ദാദാഭായ് നവറോജി അവതരിപ്പിച്ചത്. അടുത്ത പഠിക്കാനുള്ള ഇക്കണോമിക് നാഷണലിസം, സാമ്പത്തിക ദേശീയത. എന്താണ് സാമ്പത്തിക ദേശീയത? The earlier leaders like Dadabhai Naoroji, Ramesh Chandra Dutt and Gopala Krishna Gokhale had a pivotal role in making the common people aware of the economic policy of the British that impoverished India. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയമാണ് ഇന്ത്യക്കാരെ ദരിദ്രരാക്കിയത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ സാമ്പത്തിക നയമാണ്
ഇന്ത്യക്ക് സാമ്പത്തിക പ്രതിസന്ധി അല്ലെ ഇന്ത്യ ദരിദ്രമാകാൻ കാരണമെന്ന് ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തി കൊടുത്ത, മനസ്സിലാക്കി കൊടുത്ത 3 പ്രധാന ആദ്യകാല നേതാക്കന്മാരായിരുന്നു ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ. ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നീ ആദ്യകാല നേതാക്കന്മാർ, ആദ്യകാല ഇന്ത്യൻ നേതാക്കന്മാർ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം, ഇന്ത്യക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ സാമ്പത്തിക നയമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്ത ആദ്യകാല നേതാക്കന്മാരായിരുന്നു ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവർ. The earlier leaders like Dadabhai Navroji, Ramesh Chandra Dutt and Gopalakrishna Gokhale had a pivotal role in making the common people aware of the economic policy of the British that impoverished India. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയമാണ് ഇന്ത്യയെ ദരിദ്രമാക്കിയതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്ത, മനസ്സിലാക്കി കൊടുത്ത ആദ്യകാല ഇന്ത്യൻ നേതാക്കന്മാരായിരുന്നു ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവർ. The common people realized that the poverty and the exploitation they faced had been the creation of the British. അങ്ങനെ തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണവും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണ് എന്ന് ഇന്ത്യയിലെ സാധാരണക്കാർ മനസ്സിലാക്കി. ബ്രിട്ടീഷുകാരുടെ സൃഷ്ടി അല്ലെ ബ്രിട്ടീഷുകാരാണ് തങ്ങളുടെ ദാരിദ്ര്യത്തിനും തങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കും കാരണമെന്ന് ഇന്ത്യയിലെ സാധാരണക്കാർ മനസ്സിലാക്കി. ഇറ്റ് റീഇൻഫോഴ്സ്ഡ് their anti-British attitude. ഇത് ഇന്ത്യക്കാരിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള മനോഭാവം വളർത്തി. The nationalism grown out of such awareness is known as ഇക്കണോമിക് നാഷണലിസം. അങ്ങനെ ഇന്ത്യക്കാരിൽ നാഷണലിസം വളരാൻ ഇത് ഇടയാക്കി. ഇതിനെയാണ് ഇക്കണോമിക് നാഷണലിസം, സാമ്പത്തിക ദേശീയത എന്ന് പറയുന്നത്. തങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെല്ലാം കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ സാമ്പത്തിക നയമാണെന്ന് ഇന്ത്യയിലെ സാധാരണക്കാരെ മനസ്സിലാക്കി കൊടുത്തത് ദാദാഭായ് നവറോജിയും രമേശ് ചന്ദ്ര ദത്തും ഗോപാലകൃഷ്ണ ഗോഖലെയുമായിരുന്നു. ഈ ഒരു ബോധം, ഇക്കാര്യം മനസ്സിലാക്കിയ ഇന്ത്യയിലെ സാധാരണക്കാർക്കിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വികാരം ഉണ്ടായി. അങ്ങനെ അവരിൽ ദേശീയത വളർന്നു വന്നു. ഇതിനെയാണ് ഇക്കണോമിക് നാഷണലിസം, സാമ്പത്തിക ദേശീയത എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇക്കണോമിക് നാഷണലിസം? The earlier leaders like Dadabhai Navroji, Ramesh Chandra Dutt and Gopalakrishna Gokhale had a pivotal role in making the common people aware of the economic policy of the British that impoverished India. The common people realized that the poverty and the exploitation they faced had been the creation of the British. It reinforced their anti-British attitude. The nationalism grown out of such awareness is known as economic nationalism. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് സ്വദേശി മൂവ്മെന്റ്. The Swadeshi movement started in Bengal in 1905 against its partition. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ ബംഗാളിൽ ആരംഭിച്ച ഒരു മൂവ്മെന്റ് ആണ്, ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. The Swadeshi movement started in Bengal in 1905 against its partition. 1905 അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. കഴ്സൺ പ്രഭുവിന്റെ ബംഗാൾ വിഭജനത്തിനെതിരെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. The Swadeshi movement started in Bengal against its partition. ബംഗാളിലെ ഹിന്ദു മെജോറിറ്റി ഏരിയ, മുസ്ലിം മെജോറിറ്റി ഏരിയ, ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശം, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശം എന്നിങ്ങനെ ബംഗാളിനെ ലോർഡ് കഴ്സൺ രണ്ടായി വിഭജിച്ചു. ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തൊരുമയോടെ നിന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് അധികകാലം ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ലോർഡ് കഴ്സൺ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, ശത്രുതയിലാക്കുന്നതിന് വേണ്ടിയാണ് 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചത്. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ ആരംഭിച്ച ഒരു മൂവ്മെന്റ് ആണ്, പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തിനെതിരെ ആരംഭിച്ചതാണ്. The Swadeshi movement started in Bengal against its partition in 1905. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. The major strategy adopted the anti-partition movement in Bengal was
boycott of foreign goods and consumption of indigenous products. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിരുന്നു വിദേശ സാധനങ്ങളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ സാധനങ്ങളുടെ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ കൺസംഷൻ ഉപഭോഗം. വിദേശ സാധനങ്ങളെല്ലാം ബഹിഷ്കരിക്കുക, ഇന്ത്യൻ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. കൺസംഷൻ എന്ന് പറഞ്ഞാൽ ബൈ ആൻഡ് യൂസ്, ഉപഭോഗം, വാങ്ങി വില കൊടുത്ത് വാങ്ങി യൂസ് ചെയ്യുന്നതിനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. വിദേശ സാധനങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ പ്രോഡക്ട്സ് എല്ലാം ബോയ്ക്കോട്ട് ചെയ്യുക, ബഹിഷ്കരിക്കുക, വാങ്ങാതിരിക്കുക. ബ്രിട്ടീഷുകാരുടെ പ്രോഡക്ട്സ് എല്ലാം വാങ്ങാതിരിക്കുകയും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പ്രോഡക്ട്സ് മാത്രം വാങ്ങി യൂസ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. സ്വദേശി മൂവ്മെന്റ് started in Bengal in 1905 against its partition. ബംഗാൾ വിഭജനത്തിനെതിരെ 1905 ബംഗാളിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. The major strategy adopted this movement, the anti-partition movement, was boycott of foreign goods and the consumption of indigenous products. വിദേശ സാധനങ്ങളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗവുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. As part of this agitation, foreign goods were collected and burned publicly. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ വിദേശ സാധനങ്ങൾ എല്ലാം ശേഖരിക്കുകയും അത് പൊതുസ്ഥലങ്ങളിൽ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു. As part of this movement, foreign goods were collected and burned publicly. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിദേശ സാധനങ്ങൾ, ഓരോരുത്തരും ഉപയോഗിച്ചു കൊണ്ടിരുന്ന വിദേശ സാധനങ്ങൾ കളക്ട് ചെയ്ത് പൊതുസ്ഥലങ്ങളിൽ കൊണ്ട് കൂട്ടിയിട്ട് കത്തിച്ചു. As part of this movement, as part of the Swadeshi movement, foreign goods were collected and burned it publicly. The Swadeshi movement started in Bengal in 1905 against its partition. The major strategy adopted in this movement was boycott of foreign goods and the consumption of indigenous goods. As part of this movement, foreign goods were collected and burned publicly. As a result, a number of textile mills, as part of this movement, a number of textile mills, soap factories, matchbox companies, national banks and insurance companies were started in India. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിദേശ സാധനങ്ങളെല്ലാം ബഹിഷ്കരിച്ചു, ഇന്ത്യൻ സാധനങ്ങൾ ഉപയോഗിച്ചു, നിരവധി സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചു. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മൂവ്മെന്റ്, എ നമ്പർ ഓഫ് ടെക്സ്റ്റൈൽ മിൽസ്, ധാരാളം തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറീസ്, സോപ്പ് നിർമ്മാണ ഫാക്ടറികൾ, മാച്ച് ബോക്സ് കമ്പനീസ്, തീപ്പെട്ടി നിർമ്മാണ കമ്പനികൾ, നാഷണൽ ബാങ്ക്സ്, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയെല്ലാം ഇന്ത്യയിൽ ആരംഭിച്ചു. ആസ് part of the Swadeshi movement, a number of textile mills, soap factories, matchbox companies, national banks, etc. were established in India. The participation of women, laborers and students were another remarkable feature of this movement. The most important feature of as a result of the Swadeshi movement, a number of textile mills, soap factories, matchbox companies, national banks and insurance companies were started in different parts of India. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി, as part of this movement, സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി നിർമ്മാണ കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ഇൻ ബംഗാൾ, ബംഗാളിൽ ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, ടാറ്റ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയിൽ ആരംഭിച്ച ടാറ്റ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്, തമിഴ്നാട്ടിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്ടിൽ ആരംഭിച്ചു. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളാണ്, സ്വദേശി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ബംഗാൾ കെമിക്കൽ സ്റ്റോർ, ടാറ്റ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ഇൻ തമിഴ്നാട്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
സവിശേഷതയായിരുന്നു. പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ലേബറേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് വെയർ അനദർ റിമാർക്കബിൾ ഫീച്ചർ ഓഫ് ദ സ്വദേശി മൂവ്മെൻറ്റ്. ദ മോസ്റ്റ് important feature of, the most remarkable feature of Swadeshi movement was the participation of women, laborers, students, etc. സ്ത്രീകൾ, തൊഴിലാളികൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെയൊക്കെ പങ്കാളിത്തമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. വാഷർമെൻ ഓ ദാറ്റ് ദേ വുഡ് നോട്ട് വാഷ് ഫോറിൻ ക്ലോത്ത്സ്. അലക്കുകാർ ഇതിൽ പങ്കെടുത്തത് തങ്ങൾ വിദേശ വസ്ത്രങ്ങൾ അലക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അലക്കുകാർ ഇതിൽ പങ്കെടുത്തത്. ദ പ്രീസ്റ്റ് swore that they would not perform rituals and prayers using foreign items. വിദേശ സാധനങ്ങൾ ഉപയോഗിച്ച് തങ്ങൾ പൂജകളൊന്നും നടത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് പൂജാരികൾ ഇതിൽ പങ്കെടുത്തത്. ആൻഡ് വിമൻ ബോയ്ക്കോട്ട് ഫോറിൻ ബാംഗിൾസ് ആൻഡ് യൂട്ടൻസിൽസ്. സ്ത്രീകൾ അല്ലെങ്കിൽ വീട്ടമ്മമാർ, സ്ത്രീകൾ വിദേശ വളകളും കുപ്പിവളകളും വിദേശ പാത്രങ്ങളും ബ്രിട്ടീഷുകാരുടെ അലൂമിനിയം പാത്രങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ടാണ് സ്ത്രീകൾ ഇതിൽ പങ്കെടുത്തത്. സ്റ്റുഡൻസ് ക്വിറ്റ് സ്കൂൾസ് ടു ടേക്ക് പാർട്ട് ഇൻ ദ മൂവ്മെൻറ്റ്. സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുത്തു. അങ്ങനെ സ്വദേശി മൂവ്മെൻറ്റ് ഒരു മാസ് മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡു യു തിങ്ക് ദാറ്റ് ദ സ്വദേശി മൂവ്മെൻറ്റ് വാസ് എ മാസ് മൂവ്മെൻറ്റ്? സ്വദേശി മൂവ്മെൻറ്റ് ഒരു ബഹുജന സമരമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്തത് കൊണ്ടാണ് ഇതൊരു മാസ് മൂവ്മെൻ്റ് ആണെന്ന് പറയുന്നത്. സ്ത്രീകൾ പങ്കെടുത്തു, കുട്ടികൾ പങ്കെടുത്തു, അധ്യാപകർ പങ്കെടുത്തു, അലക്കുകാർ പങ്കെടുത്തു, പൂജാരികൾ പങ്കെടുത്തു, അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തു. അതുകൊണ്ടാണിത് സ്വദേശി മൂവ്മെൻറ്റ് ഒരു മാസ് മൂവ്മെൻ്റ് ആണെന്ന് പറയുന്നത്. The Swadeshi movement started in Bengal in 1905 against its partition. The major strategy adopted in this movement was boycott of foreign goods and the consumption of indigenous products. As part of this movement, foreign goods were collected and burned publicly. ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഫോറിൻ ഗുഡ്സ് വെയർ കളക്റ്റഡ് ആൻഡ് ബേൺഡ് ഇറ്റ് പബ്ലിക്കലി. As a result of this movement, a number of textile mills, soap factories, matchbox companies, national banks, insurance companies were established in different parts of India. Participation of women, laborers, students, etc. were another remarkable feature of this movement. Washermen avowed that they would not wash foreign clothes. Washermen avowed that they would not wash foreign clothes. Priests swore that they would not perform rituals by using foreign items. Women boycott foreign bangles and utensils. Students quit schools to take part in this movement. So the Swadeshi movement was a mass movement. അതുകൊണ്ട് സ്വദേശി പ്രസ്ഥാനം ഒരു ബഹുജന പ്രസ്ഥാനമായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തതുകൊണ്ട് ഇതൊരു ബഹുജന പ്രസ്ഥാനമാണ്. Indian nationalism attained further strength from the Swadeshi movement. The leaders like Lala Lajpat Rai, Bipin Chandrapal and Bala Gangadhar Tilak, these leaders together known as Lal Bal Pal. Lala Lajpat Rai, Bipin Chandrapal, Bala Gangadhar Tilak. Lala Lajpat Rai, Bala Gangadhar Tilak, ബിപിൻ ചന്ദ്രപാൽ, ഈ മൂന്ന് നേതാക്കന്മാർ ലാൽ ബാൽ പാൽ എന്നാണ് അറിയപ്പെടുന്നത്. ലാൽ ബാൽ പാൽ, ലാല ലജ്പത് റോയ്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ബാല ഗംഗാധർ തിലക്, ടുഗദർ നോൺ as ലാൽ ബാൽ പാൽ. Freedom is my birthright, I shall have it. This proclamation was made by Bala Gangadhar Tilak. ബാൽ ഗംഗാധർ തിലക്, ബാലെന്നോ ബാലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ബാൽ ഗംഗാധർ തിലക് അല്ലെങ്കിൽ ബാലഗംഗാധർ തിലക്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് ബാൽ ഗംഗാധർ തിലക്. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ്. Who made this statement? Freedom is my birthright, I shall have it.
സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ പ്രസ്താവനയാണ്? ബാല ഗംഗാധർ തിലക്. ബാൽ ഗംഗാധർ തിലക് അല്ലെങ്കിൽ ബാലഗംഗാധർ തിലക്. ഇംഗ്ലീഷിലാകുമ്പോൾ ബാൽ എന്ന് എഴുതിയാൽ മതി. ബാൽ ഗംഗാധർ തിലക്, മലയാളത്തിൽ ബാലഗംഗാധർ തിലക്. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്.